Good morning everyone. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ പ്രോബ്ലംസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. So first question, calculate the moment of inertia of the angle section in the previous problem about the centroidal axis. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മളൊരു ആംഗിൾ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ അത് എക്സ് ആൻഡ് വൈ റെഫറൻസ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ പറഞ്ഞേക്കുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ഈ ആംഗിൾ സെക്ഷന് മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയുണ്ട് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം സെൻട്രോയിഡൽ ആക്സിസ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് ടു ലൊക്കേറ്റ് ദ സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ ആദ്യം നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ലൊക്കേറ്റ് ദ സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു a1x1 പ്ലസ് a2x2 ബൈ a1 പ്ലസ് a2 ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു a1y1 പ്ലസ് a2y2 ബൈ a1 പ്ലസ് a2. ഈ 1ഉം 2ഉം എന്താണ്? നമ്മുടെ ആംഗിൾ സെക്ഷനെ നമ്മൾ രണ്ട് റെക്റ്റാങ്കുലർ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. ദിസ് ഇസ് ദ ഫസ്റ്റ് സെക്ഷൻ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് സെക്ഷൻ. അതിൽ ഓരോന്നിൻ്റെയും ഏരിയയാണ് a1ഉം a2ഉം. അതിൽ ഓരോന്നിൻ്റെയും സെൻട്രോയിഡിൻ്റെ ലൊക്കേഷനാണ് x1 x2 y1 y2. ഓക്കെ, അപ്പോൾ ഇതാണ് 1, ഇതാണ് 2. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ഓരോ പോയിന്റും ഓരോ മാർക്കിങ്ങും മനസ്സിലാക്കി വരച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലാതെ ഇത് കാണാതെ പഠിച്ച് മനസ്സിലാക്കാതെയോ വരയ്ക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ആദ്യം ഓരോന്നായിട്ട് മനസ്സിലാക്കി നമുക്ക് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ G1ഉം G2ഉം അങ്ങ് മാർക്ക് ചെയ്തു. എന്താണ് G1ഉം G2ഉം? 1 എന്ന സെക്ഷൻ്റെ സെൻട്രോയിഡിൻ്റെ പൊസിഷനും 2 എന്ന സെക്ഷൻ്റെ സെൻട്രോയിഡിൻ്റെ പൊസിഷനുമാണ് G1ഉം G2ഉം. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ സെൻട്രോയിഡ് എവിടെയാണ് വരുന്നത് നമുക്കറിയാം, എൻ്റെ സെൻറ്ററിലായിരിക്കും. അപ്പോൾ അത് ഇവിടെ നിന്ന് 50 മാറി മുകളിലേക്ക് 10 മാറിയുള്ള ഒരു പൊസിഷനായിരിക്കും G1 ഇരിക്കുന്നത്, അല്ലേ? ടോട്ടൽ 100/2 50, മേളിലോട്ട് 20 ആണ്, 20/2 10. ആ പൊസിഷനിലാണ് G1 ഇരിക്കുന്നത്. സിമിലർലി G2വിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കാം? ഇവിടുന്ന് ഇത്രയും മാറി, ഇത്രയും എന്ന് പറയുന്നാൽ 20/2 10, താഴേന്ന് മുകളിലേക്ക് എത്ര ആയിരിക്കും? 20 പ്ലസ് 50. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ 100 ആണ്, 100/2 50. അപ്പോൾ നമുക്ക് റെഫറൻസ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ 20 പ്ലസ് 50 ആയിരിക്കും ഈ G2വിൻ്റെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു a1x1 പ്ലസ് a2x2 ബൈ a1 പ്ലസ് a2. a1ൻ്റെ വാല്യൂ എത്രയാണ്? ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ 100 ഇൻറ്റു 20 ഇൻറ്റു x1, ഫസ്റ്റ് സെക്ഷൻ്റെ എക്സ് കോർഡിനേറ്റ് G1, അതായത് ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണത്? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 50. ഇതാ നോക്കിക്കേ, 100 ഇൻറ്റു 20 ഇൻറ്റു 50. സിമിലർലി a2 x2 പറഞ്ഞേ, a2 സഫിക്സ് വരുന്നതല്ല, സെക്കൻഡ് സെക്ഷൻ്റെ ആണ്. സോ ഏരിയ ഈസ് 100 ഇൻറ്റു 20. അതിൻ്റെ x2 എവിടെ വരും? ഇത്രയും ഡിസ്റ്റൻസ്, അല്ലേ? നമ്മുടെ റെഫറൻസ് ആക്സിസ് ആണ് ഈ ഏറ്റവും താഴെയും ഏറ്റവും ലെഫ്റ്റിലും പോകുന്നത്. എക്സും വൈയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ x2 വാല്യൂ വിൽ ബി 20/2 10 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ 30 സെൻറ്റിമീറ്റർ കിട്ടും. ആദ്യം നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനായിട്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയൊക്കെ ആണ് നമ്മൾ ചെയ്ത് പഠിച്ചത്. ഇപ്പോൾ നമുക്ക് സിമ്പിൾ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഈസ് വൈ ബാർ. a1y1 പ്ലസ് a2y2 ബൈ a1 പ്ലസ് a2. a1 നമുക്കറിയാം 100 ഇൻറ്റു 20. y1 ഡിസ്റ്റൻസ് പറഞ്ഞേ. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റെഫറൻസ് ആക്സിസിൽ നിന്ന് ഇതിലേക്കുള്ള y കോർഡിനേറ്റ് വാല്യൂ. അതെത്ര വരും? റെഫറൻസ് എക്സ് ആക്സിസ് ഇവിടെയാണ് പോകുന്നത്. This is 20, so 20/2. So y1 is 20/2 10. So 100 into 20 into 10 plus a2y2 പറഞ്ഞേ. a2 നമുക്കറിയാം 100 into 20 ആണ്. y2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ y കോർഡിനേറ്റ് വാല്യൂ. റെഫറൻസ് എക്സ് ആക്സിസ് ഇവിടെയാണ്. അവിടുന്ന് ഈ G2 എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര വരും? ഇവിടെ ഓൾറെഡി 20 ഉണ്ട്. 20 കഴിഞ്ഞിട്ട് ബാക്കി സെക്കൻഡ് സെക്ഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ
സെൻട്രോയിഡ് എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഹൈറ്റ് 100 ആണ്. സോ 100/2 ഇരിക്കുന്നത്. സോ എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 20 പ്ലസ് 50. 50 പ്ലസ് 20 70 ആയിരിക്കും. അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് 20 പ്ലസ് 50 ബൈ A1 പ്ലസ് A2. സോ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y ബാർ വാല്യൂ 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ എക്സ് ബാർ 30യും y ബാർ 40യുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ആക്ച്വൽ സെൻട്രോയിഡ് വരുന്നത്. സോ എക്സ് ബാർ ഡിസ്റ്റൻസ് ഇസ് 30 ആൻഡ് y ബാർ ഡിസ്റ്റൻസ് ഇസ് 40. ആ പോയിന്റിലൂടെയാണ് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിന് എബൌട്ടായിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് XG YG. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ G1ഉം G2ഉം മാർക്ക് ചെയ്തു. G1ലും G2ലും കൂടെ ഓരോരോ എക്സ് ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട്. അതാണ് XG1 YG1. G2ലൂടെ XG2 YG2 പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു സെൻട്രോയിഡ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തു. അതാണ് ജിയുടെ കോർഡിനേറ്റ്സ് 30 40 എന്ന് കിട്ടി. ആ ജിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ സെൻട്രോയിഡൽ എക്സ് ആക്സിസും സെൻട്രോയിഡൽ വൈ ആക്സിസും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോൾ സെക്ഷൻ അബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോൾ സെക്ഷൻ അബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്ത് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഏത് ആക്സിസിന് അബൌട്ടാണോ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേണ്ടത് ആ ആക്സിസിന് അബൌട്ടായിട്ട് തന്നെ ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും എടുക്കണം. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് സെൻട്രോയിഡൽ എക്സ് ആക്സിസ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെക്കൻഡ് സെക്ഷൻ അബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. ദാറ്റ് ഈസ് IXG is equal to I1XG plus I2XG. ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതുമ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളിത് മനസ്സിലാക്കി പറഞ്ഞ് എഴുതുക. IXG എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൊമെന്റ് I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോൾ സെക്ഷൻ, സഫിക്സ് ഒന്നുമില്ല, 1ഉം 2 ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഹോൾ സെക്ഷൻ എന്നാണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോൾ സെക്ഷൻ അബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്, XG എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്, ഇസ് ഈക്വൽ ടു I1 എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ അബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. അതുപോലെ തന്നെ സെൻട്രോയിഡൽ വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഹോൾ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് 1 അബൌട്ട് ദ സെൻട്രോയിഡൽ വൈ ആക്സിസ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് 2 അബൌട്ട് ദ സെൻട്രോയിഡൽ വൈ ആക്സിസ്. അതിൻ്റെയും ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി എഴുതാവുന്നതാണ്. IYG, moment of inertia of the whole section about the centroidal y-axis is equal to moment of inertia of the first section about the centroidal y-axis plus moment of inertia of the second section about the centroidal y-axis. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും ആദ്യത്തെ എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ നമ്പർ 1 എന്നും വിളിക്കാം. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് I1XG വേണം, I2XG വേണം, I1YG വേണം, I2YG വേണം. അത് ഓരോന്നായിട്ട് കണ്ടുപിടിക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പോർഷൻ 1 എടുത്തു. പോർഷൻ 1 എടുക്കുമ്പോഴാണ് നമുക്ക് ഈ സഫിക്സ് 1 ഉള്ള എല്ലാ വാല്യൂസും കിട്ടുന്നത്. അതായത് I1XGയും I1YGയും കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ I1XG കണ്ടുപിടിക്കുന്നു. ഫിഗർ നോക്കിക്കുക, എന്താണ് ഈ I1XG എന്ന് പറഞ്ഞാൽ? I1XG എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ എബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്. സെൻട്രോയിഡൽ എക്സ് ആക്സിസ് എബൌട്ട് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് എന്തിൻ്റെയാണ് പഠിച്ചേക്കുന്നത്? ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലൂടെ പോകുന്നുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷനാണ് നമുക്കറിയാവുന്നത് BH³/12 എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ സെൻട്രോയിഡൽ ആക്സിസിൽ, അതായത് ആ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന് എബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. അതായത് XG1ന് എബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. അതിനെ നമുക്ക് എങ്ങനെ XGയിലെ എബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആക്കാം എന്ന് നമുക്കറിയാം. ഏത് തിയറം വെച്ചിട്ടാണ്? പാരലൽ ആക്സിസ് തിയറം. കാരണം XGയും XG1ഉം രണ്ട് പാരലൽ ആക്സിസ് ആണ്. XG1ന് എബൌട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം, കാരണം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. അതിനെ നമുക്ക് XGക്ക് എബൌട്ടായിട്ടുള്ളതായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെന്താണ് ചെയ്യുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ എബൌട്ട് XG is equal to moment of inertia of the first section about XG1 plus A1 H1 square. അതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. അതിൽ H1 എന്നാണ്, ബാക്കിയെല്ലാം നമുക്കറിയാം അല്ലേ?
മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് xg1 എന്നാണെന്ന് നമുക്കറിയാം. എന്താണ്? bh3/12 എന്ന ഇക്വേഷൻ നമുക്കറിയാം. a1 നമുക്കറിയാം ഇതിൻ്റെ ഏരിയ. a1 h1 സ്ക്വയർ. h1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏത് ആക്സിസിന് എബൌട്ട് ആയിട്ടാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേണ്ടത്, അതും നമ്മൾ ഏത് ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് ഇപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തിരിക്കുന്നത്, അതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് h1 എന്ന് പറയുന്നത്. അല്ലേ? അപ്പം നമുക്ക് വേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് xg ആണ് വേണ്ടത്. നമുക്ക് അറിയാവുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് xg1 ആണ് അറിയാവുന്നത്. അപ്പം അതിനെ xgയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ വാല്യൂവിൻ്റെ കൂടെ a1 h1 സ്ക്വയർ എന്ന വാല്യൂവും കൂടെ ആഡ് ചെയ്യണം. a1 h1ൽ a1 എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും h1 എന്ന് പറയുന്നത് നമ്മൾ ഏതിന് എബൌട്ടായിട്ടാണോ നമുക്ക് വേണ്ടത് ആ ആക്സിസും നമ്മൾക്കിപ്പോൾ ഏതിന് എബൌട്ടായിട്ടാണോ എടുക്കുന്നത് ആ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് h1 എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? നമുക്കറിയാം ഈ റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് മുകളിൽ വരെയുള്ള ഡിസ്റ്റൻസ് 40 ആണെന്ന് അറിയാം അല്ലേ? നമ്മൾ സെൻട്രോയിഡൽ ആക്സിസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദിസ് വാല്യൂ ഈസ് 40. ആ 40യിൽ നിന്ന് ഈ xg1 വരെയുള്ള ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. xg1 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് 20/2 10 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 40 മൈനസ് 10 ചെയ്യുമ്പോൾ നമുക്ക് h1ൻ്റെ വാല്യൂ കിട്ടും, വിച്ച് ഈസ് 30. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഈ ഓരോ ലൈനും വരയ്ക്കണം, വാല്യൂസും എഴുതി വെക്കണം. Okay, so moment of inertia of the first section about xg is equal to moment of inertia of the first section about xg1 plus a1 h1 square. നമുക്കറിയാം xg1 about ഉള്ള moment of inertia equation b dq/12 ആണ്. അതിൽ b ഏതാണ്, d ഏതാണ്? നമ്മൾ ഏത് ആക്സിസിന് അബൌട്ട് ആയിട്ടാണോ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുന്നത് അതിന് പാരലൽ ആയിട്ട് വരുന്ന ഡയമെൻഷൻ ആണ് b. സോ 100 × 20^12 പ്ലസ് a1 h1 സ്ക്വയർ എത്രയാണ്? a1 എന്ന് പറയുന്നത് 100 × 20, h1 നമുക്കറിയാം 30 ആണെന്ന്. സോ സ്ക്വയർ ഓഫ് ദാറ്റ് 40 - 10 the whole square. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് I1 xg ആസ് 1.867 × 10⁻⁶ cm⁴. ഇനി I1 yg നമുക്ക് കണ്ടുപിടിക്കണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് ദ സെൻട്രോയിഡൽ y ആക്സിസ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? Moment of inertia of the first section about yg1 plus a1 h2 square. ഫിഗർ നോക്കി നമുക്കത് ഒന്നുകൂടെ മനസ്സിലാക്കാം. നമുക്ക് വേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് yg. ഈ yg ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് വേണ്ടത്. അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇല്ല. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉള്ളത് ഒരു സെക്ഷൻ്റെ തന്നെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. അതായത് ഈ yg1ന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് b dq/12. അത് പ്ലസ് a1 h2 സ്ക്വയർ. h2 എന്താണ്? നമ്മളിവിടെ h1 എടുത്ത പോലെ തന്നെ h2 എന്താണ്? നമുക്ക് വേണ്ടത് ygക്ക് അബൌട്ട് ആയിട്ടാണ്, നമ്മുടെ കയ്യിലുള്ളത് yg1ന് അബൌട്ട് ആയിട്ടാണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് h2 എന്ന് പറയുന്നത്. സോ h2 വാല്യൂ എത്ര വരും? നമുക്കറിയാം ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ആണ് അല്ലേ? 100/2 ആണ് 50. ഈ g1 വരെയുള്ള ഡിസ്റ്റൻസ് ഈസ് 50. അതിൽ നിന്ന് നമ്മൾ എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഈ g വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അത് നമുക്കറിയാം 30 ആണെന്ന് അല്ലേ? നമ്മളത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ x ബാർ വാല്യൂ ആണത്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. സോ നമ്മുടെ h2 വാല്യൂ എത്ര വരും? 50 - 30 20 വരും. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും മനസ്സിലാക്കി മാർക്ക് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I1 yg1 plus a1 h2 സ്ക്വയർ. I1 yg1 എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് yg1. അതായത് ഈ റെക്റ്റാങ്കിളിന് അതിൻ്റെ തന്നെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ഇക്വേഷൻ ഈസ് b dq/12. അപ്പോൾ അതിൽ b ഏതാണ്, d ഏതാണ്? നമ്മൾ എടുക്കുന്ന ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഡയമെൻഷനാണ് b, മറ്റേ ഡയമെൻഷനാണ് d. സോ 20 × 100^12. 20 × 100^12 പ്ലസ് a1 നമുക്കറിയാം 20 × 100 ആണെന്ന്. h2ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തു, 50 - 30 the whole square. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് I1 yg ആസ് 2.467 × 10⁻⁶ cm⁴. അപ്പോൾ നമുക്ക് പോർഷൻ 1ൻ്റെ I1 xgയും I1 ygയും കിട്ടി. അതായത് നമ്മുടെ ഈ ഫൈനൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതിൻ്റെ ഫസ്റ്റ് ടേംസ് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇനി സിമിലർലി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പോർഷൻ 2. സോ പോർഷൻ 2 എടുക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ അബൌട്ട് xg ആക്സിസ് is equal to moment of inertia of second section about xg2 plus a2 h3 square. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് പോർഷൻ്റെ അതിൻ്റെ ആ സഫിക്സും ആ ഇക്വേഷനും മനസ്സിലാക്കി എഴുതിയവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ ഇക്വേഷൻ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് സെക്ഷനാണ് എടുക്കുന്നത്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സെക്ഷൻ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ അബൌട്ട് എക്സ് ആക്സിസ്, the centroidal x-axis ആണ് നമുക്ക് വേണ്ടത്. Moment of inertia of second section about the centroidal x-axis is equal to moment of inertia of the second section about xg2 plus a2 h3 square. h3 എന്തായിരിക്കും? ഈ സെൻട്രോയിഡൽ എക്സ് ആക്സിസും നമ്മളിപ്പോൾ എടുക്കുന്ന സെക്ഷൻ്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് h3 എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ഹൈറ്റ് മൈനസ് ഇവിടുത്തെ ഹൈറ്റ് ചെയ്താൽ ആ h3 കിട്ടും, അല്ലേ? സോ ഇവിടുത്തെ ഈ xg2ൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് ഈ റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന്? 20 പ്ലസ് 50, 100/2 50. സോ 20 പ്ലസ് 50 മൈനസ് ഏത് വാല്യൂ ആണ്? ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ്, അത് എത്രയാണ്? അത് 40 ആണെന്ന് നമുക്കറിയാം. സോ 20 പ്ലസ് 50 മൈനസ് 40 30 ആണ് h3 വാല്യൂ. ഓക്കെ, മനസ്സിലാക്കി തന്നെ എഴുതണം, എന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ല നമ്മൾ വെറുതെ എഴുതി വെച്ചാൽ നമുക്ക് ആ മാർക്കിങ് പോലും കറക്റ്റായിട്ട് കിട്ടില്ല. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതൊക്കെ മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ h3യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. പോർഷൻ 2 I2 xg is equal to I2 xg2 plus A2 h3 square. I2 xg2 എത്രയാണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്കൻഡ് സെക്ഷൻ അബൌട്ട് xg2 ആക്സിസ്. xg2 എന്ന് പറയുന്ന ഈ g2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ അതിൻ്റെ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട് bdq/12. സോ അതിൻ്റെ b എന്ന് പറയുന്നത് ഈ 20യും d എന്ന് പറയുന്നത് 100ഉം ആയിരിക്കും. സോ 20 × 100 ക്യൂബ് 20 × 100 ക്യൂബ് ബൈ 12 പ്ലസ് ഇതല്ല പോർഷൻ 2. 20 × 100 ക്യൂബ് ബൈ 12 പ്ലസ് A2 20 × 100 × h3 നമ്മൾ മാർക്ക് ചെയ്തു. 20 പ്ലസ് 50 മൈനസ് 40 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് I2 xg വാല്യൂ 3.467 × 10⁻⁶ cm⁻⁴ എന്ന് കിട്ടും. സിമിലർലി I2 yg is equal to I2 yg2 plus A2 h4 square. The moment of inertia about of the second section about yg ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ yg2ന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തിട്ട് അതിൻ്റെ കൂടെ A2 h4 സ്ക്വയർ ആഡ് ചെയ്യും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് സെക്ഷൻ അബൌട്ട് y എത്രയായിരിക്കും? yg2 ആക്സിസ് എത്രയാണ്? 100 × 20 ക്യൂബ് ബൈ 12 പ്ലസ് A2 എത്രയാണ്? 100 × 20 × h4 സ്ക്വയർ. h4 എന്താണ്? നമുക്ക് വേണ്ടുന്നത് ygക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. നമ്മുടെ കയ്യിലുള്ളത് yg2ന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് h4 എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് 30 ആണെന്ന് അറിയാം. സോ 30 മൈനസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. സോ 30 മൈനസ് 10 20 ആണ് h4 ആയിട്ട് വരുന്നത്. അപ്പോൾ ആ വാല്യൂസ് എല്ലാം പോർഷൻ 2ൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് I2 yg ആസ് 8.67 × 10⁻⁶ cm⁻⁴. അപ്പോൾ പോർഷൻ 1ഉം പോർഷൻ 2ഉം എടുത്ത് നമുക്ക് എന്തൊക്കെ കിട്ടി? I1 xg, I1 yg, I2 xg, I2 yg കിട്ടി. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ I1 xg, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻസ് 1 ആൻഡ് 2. I1 xg is equal to Ixg is equal to I1 xg plus I2 xg. വാല്യൂസ് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് Ixgയുടെ വാല്യൂ കിട്ടും. സിമിലർലി Iyg is equal to I1 yg plus I2 yg. ആ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് Iygയുടെ വാല്യൂ കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോൾ സെക്ഷൻ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് കിട്ടും.